നമസ്കാരം. പ്രധാന വാർത്തകൾ. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനകൾക്കെതിരെയുള്ള NSSന്റെ പ്രതികരണം രാഷ്ട്രീയമായി കാണുന്നില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. NSS മതേതര ജനാധിപത്യ വളർച്ചയ്ക്ക് സഹായിച്ച സംഘടനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. ഇരിങ്ങാലക്കുട എടക്കുളത്ത് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. TNT കുരുത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതികൾ ഒളിവിൽ തന്നെ. തുടരന്വേഷണം 2 ദിവസത്തിനകം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള സ്ഥലമെടുപ്പ് ചാലക്കുടി കോടതി കെട്ടിട സമുച്ചയ നിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവാണ് കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ആനയോട്ടത്തിൽ 7ാം തവണയും ജേതാവായി കൊമ്പൻ ഗോപി കണ്ണൻ. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിൽ ആശയക്കുഴപ്പം. പദ്ധതിയിൽ ചേരാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും കർഷകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ഉമ്മൻചാണ്ടി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA-മാർ മത്സരിക്കേണ്ട അനിവാര്യ സാഹചര്യമില്ല. സ്ഥാനാർത്ഥികൾക്കുള്ള മാനദണ്ഡം AICC വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല രാഷ്ട്രീയ വിഷയമായി UDF കണ്ടിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ശബരിമലയിൽ തങ്ങളുടെ അജണ്ട നടപ്പാക്കാനാണ് LDF ശ്രമിച്ചത്. കോടതി വിധി വന്നപ്പോൾ അഭിപ്രായ സമന്വയം നടത്തുകയോ സാവകാശം തേടുകയോ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തുകയോ ഒന്നും ചെയ്യാതെ തങ്ങളുടെ പാർട്ടിയുടെ അജണ്ട നടപ്പാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും അത് അത്ര എളുപ്പമല്ലെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പൊതുവേ ഉള്ള ഒരു MLA-മാർ മത്സരിക്കുന്നതിന് അത്ര അനുകൂലമല്ല. പൊതുവെ അങ്ങനെയൊരു സാഹചര്യം, അനിവാര്യം ആയിട്ടൊരു സാഹചര്യം ഇവിടെ ഇല്ല. കേരളത്തിൽ കോൺഗ്രസ്സിന് കഴിവുള്ള, സ്വാധീനമുള്ള, അർഹരായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട്. വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടെടുത്തപ്പോഴാണ് NSS അവരുടെ അഭിപ്രായം പറഞ്ഞത്. ശബരിമലയെ രാഷ്ട്രീയമായിട്ട് കാണാനോ അതുമായി ബന്ധപ്പെടുത്താനോ ഒരിക്കലും UDF ശ്രമിച്ചിട്ടില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കിയെന്ന് LDF പറയുന്നത് ശരിയല്ല. വിശ്വാസികൾക്കെതിരെ സർക്കാർ നിലപാടെടുത്തപ്പോഴാണ് NSS പ്രതികരിച്ചത്. അത് രാഷ്ട്രീയമല്ലെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ശബരിമല വിഷയത്തെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആഗ്രഹിക്കുന്നില്ലെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. TCV തൃശൂർ. NSS മതേതര ജനാധിപത്യ വളർച്ചയ്ക്ക് സഹായിച്ച സംഘടനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ മതേതര ശക്തികൾക്കൊപ്പം എന്നും ഉറച്ചുനിന്ന സംഘടനയാണ് NSS എന്നും NSSനെ വിഭാഗീയമാക്കാൻ ആര് ശ്രമിച്ചാലും അത് ശരിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. NSS തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. NSS അതിന് ക്ലിയറായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ വക കോൺട്രവേഴ്സിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. പക്ഷേ NSS ഈ രാജ്യത്ത് മതേതര ശക്തികളോടൊപ്പം ഉറച്ചു നിന്ന ഒരു സംഘടനയാണ്. NSSനെ ആര് വിഭാഗീയമാക്കാൻ നോക്കിയാലും അത് ശരിയല്ല. വളരെ നല്ല നിലയിൽ ജനാധിപത്യ ശക്തികളോടൊപ്പം ഇവിടെ നിന്ന് കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ വളർച്ചയ്ക്ക് സഹായിച്ച ഒരു സംഘടനയാണ്. ലോക്സഭാ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കാര്യങ്ങൾ UDF-ൽ ചർച്ച ചെയ്യുമെന്നും അത് ഇപ്പോൾ പുറത്തു പറയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. TCV തൃശൂർ. ഇരിങ്ങാലക്കുട എടക്കുളത്ത് വിവാഹ വീട്ടിൽ പോയി മടങ്ങവേ തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുറത്തുശ്ശേരി സ്വദേശി ഓട്ടറാട്ട് വീട്ടിൽ ചന്ദ്രബാബുവിന്റെ മകൻ 32 വയസ്സുള്ള ബാവ എന്ന വിപിൻ ചന്ദ്രബാബുവാണ് മരിച്ചത്. സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹ തലേന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന വിപിനെ രാത്രി 10 മണിയോടെ എടക്കുളം റബ്ബർ മൂലയിൽ വെച്ച് ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു. കമ്പികൊണ്ട് തലക്കടിയേറ്റ വിപിൻ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരിച്ചത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 6-അംഗ സംഘത്തിനെതിരെ കാട്ടൂർ പോലീസ് കൊലപാതകത്തിന് കേസെടുത്തു. പ്രതികൾ ഒളിവിലാണ്. അതിനിടെ രാത്രിയിൽ നടന്ന ആക്രമണത്തിന് മുൻപ് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിന് സമീപം ഗുണ്ടാസംഘത്തിൽപ്പെട്ട ചിലർ ബിബിനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. TNT ചിട്ടിത്തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം 2 ദിവസത്തിനകം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 4000-ഓളം പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ നീക്കം നടക്കുന്നത്. കമ്പനി അടച്ചുപൂട്ടാൻ നീക്കം നടക്കുന്നു എന്ന വിവരം ക്രൈംബ്രാഞ്ചിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ചിട്ടിക്കമ്പനിയുടെ ജില്ലയിലെ 40ഓളം ശാഖകൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയത്.
4000-ത്തിലധികം പേരാണ് തട്ടിപ്പിന് ഇരയായത്. 100 കോടിയോളം രൂപയാണ് ചിട്ടിക്കോറി കമ്പനിയുടെ മറവിൽ ഉടമകൾ തട്ടിയെടുത്തത്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ IGMR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വിശദമായി പരിശോധിച്ച് വരികയാണ്. തൃശൂർ സിറ്റി, തൃശൂർ റൂറൽ പോലീസ് മേധാവികളുമായി അവലോകന യോഗം ചേർന്ന ശേഷം തട്ടിപ്പിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള സ്ഥലമെടുപ്പ് ചാലക്കുടി കോടതി കെട്ടിട സമുച്ചയത്തെ നിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കി. നിലവിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് 7 നിലകളിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാണ് സംസ്ഥാന സർക്കാർ ആദ്യ ബജറ്റിൽ 10 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ സർക്കുലർ വന്നതാണ് പുതിയ കെട്ടിട നിർമ്മാണത്തെ അനിശ്ചിതത്വത്തിലാക്കിയത്. സർവീസ് റോഡിൽ നിന്നും 7 മീറ്റർ തള്ളിയായിരിക്കണം കെട്ടിട നിർമ്മാണമെന്ന് പുതിയ ഉത്തരവിൽ പറയുന്നു. ഇതോടെ 47 സെന്റ് സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്ന കാര്യം അസാധ്യമായി. കോടതി കെട്ടിടത്തിനായി പുതിയ സ്ഥലം കണ്ടെത്തേണ്ട അവസ്ഥയാണ് സജ്ജാതമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ കെട്ടിട നിർമ്മാണം തുടങ്ങുന്നതിന് ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. പുതിയ കോടതി കെട്ടിടങ്ങൾ 7 നിലകളിലാകണമെന്ന ആവശ്യം നിർമ്മാണത്തിന് കാലതാമസം വരുത്തി. പ്ലാനിലും എസ്റ്റിമേറ്റിലും മാറ്റങ്ങൾ വരുത്തിയാണ് വീണ്ടും 7 നില കെട്ടിടത്തിന് അനുമതി നേടിയത്. ദേശീയപാത അധികൃതരുടെ പുതിയ നിർദ്ദേശം എല്ലാ ശ്രമങ്ങളെയും തകിടം മറിച്ചു. കെട്ടിട നിർമ്മാണത്തിനായി നിലവിലെ കോടതി കെട്ടിടം പൊളിക്കുകയും ചെയ്തിരുന്നു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുനിസിപ്പൽ കോടതിയോടൊപ്പം നഗരസഭയുടെ ലൈബ്രറി മന്ദിരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. TCV ചാലക്കുടി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഇനി 10 ദിവസം കൃഷ്ണനഗരിയിൽ ഉത്സവ നാളുകൾ. കുംഭത്തിലെ പൂയം നാളിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേന്നാസ ഹരി നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവർണം നടത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആചാര്യവർണത്തിന് ശേഷം ഉത്സവ മുളയറയിൽ നവധാന്യങ്ങൾ മുളയിട്ടു. പള്ളിവേട്ട ദിവസം വരെ മുളയറയിൽ പ്രത്യേക പൂജകളുണ്ടാകും. മുളയിടലിന് ശേഷം ശ്രീകോവിലിനകത്ത് പൂജിച്ച് ഭഗവത് സാന്നിധ്യം വരുത്തിയ സപ്തവർണ്ണക്കൊടി മന്ത്രജപങ്ങളുടെയും ഭക്തരുടെ നാരായണ നാമജപങ്ങളോടെയും ക്ഷേത്രം തന്ത്രി നമ്പൂതിരിപ്പാട് സ്വർണധ്വജത്തിൽ കൊടിയേറ്റി. അതിനുശേഷം അത്താഴപൂജയും കൊടിപ്പുറത്ത് വിളക്കും നടന്നു. തിങ്കളാഴ്ച രാവിലെ ദിക്ക് കൊടികൾ സ്ഥാപിക്കും. ദിവസവും രാവിലെയും വൈകിട്ടും മേളത്തോടെ കാഴ്ച ശിവേലിയുണ്ടാകും. രാവിലെ 11-ന് നാലമ്പലത്തിനകത്ത് തെക്കുഭാഗത്തും രാത്രി 8-ന് ക്ഷേത്രം വടക്കേ നടയിലും ഗുരുവായൂരപ്പനെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. ദിവസവും പ്രഗത്ഭരുടെ തായമ്പകയും അരങ്ങേറും. ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭഗവത് പ്രസാദമായ കഞ്ഞിയും പുഴുക്കും നൽകും. ദിവസവും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. 25-ന് പള്ളിവേട്ട, 26-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടന്ന ആനയോട്ടം ആനപ്രേമികൾക്ക് ആവേശമായി. 7ാം തവണയും ജേതാവായി കൊമ്പൻ ഗോപി കണ്ണൻ. ഏഴാം തവണയാണ് ഗോപി കണ്ണൻ ജേതാവാകുന്നത്. ഐതിഹ്യപ്പെരുമയിൽ ആയിരങ്ങൾക്ക് ഹരം പകർന്ന് ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം ആരംഭിച്ചത്. പാരമ്പര്യാവകാശി കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശന്റെ നേതൃത്വത്തിൽ ആനകളെ അണിയിക്കുന്നതിനുള്ള കുടമണികൾ പാപ്പാന്മാർക്ക് എടുത്തു നൽകി. ക്ഷേത്രനാഴികമണി 3 അടിച്ചതോടെ ക്ഷേത്രത്തിനകത്തു നിന്ന് പാപ്പാന്മാർ കുടമണികളുമായി ഓടിയെത്തി മഞ്ജുളാൽ പരിസരത്ത് വരിയായി നിർത്തിയിരുന്ന ആനകളെ അണിയിച്ചു. തുടർന്ന് പാരമ്പര്യാവകാശിയായ മാരാർ ശംഖ് മുഴക്കിയതോടെ ആനകൾ ഓടാൻ തുടങ്ങി. ഓട്ടത്തിന്റെ തുടക്കം മുതലേ ഗോപിക്കണ്ണനായിരുന്നു മുന്നിൽ. ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗോപിക്കണ്ണൻ ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം ചെയ്ത് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി. പാരമ്പര്യാവകാശിയായ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി വിജയിയായ ആനയെ നിറപറ വെച്ച് സ്വീകരിച്ചു. രണ്ടാമതായി പിടിയാന നന്ദിനിയും തൊട്ടുപുറകിലായി കൊമ്പൻ അച്യുതനും ഓടിയെത്തി. ഗുരുവായൂർ ദേവസ്വത്തിലെ 48 ആനകളിൽ 22 ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത്. പങ്കെടുത്ത മുഴുവൻ ആനകൾക്കും ക്ഷേത്രത്തിന് പുറത്ത് വടക്കേ നടയിൽ ആനയൂട്ടും നടത്തി. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂത ബലിയെഴുന്നള്ളിപ്പിന് ഗോപിക്കണ്ണനാണ് ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റുക. TCV ഗുരുവായൂർ. ആയിരങ്ങളാണ് ഗുരുവായൂരിൽ ആനയോട്ടം കാണാൻ എത്തിയത്. ഇനിയുള്ള 10 ദിനങ്ങൾ ഗുരുവായൂർ ഉത്സവലഹരിയിൽ. സാമൂതിരി രാജാവിന്റെ കീഴിലായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളില്ലാതിരുന്ന കാലത്ത് ഉത്സവത്തിന് കൊച്ചി രാജാവായിരുന്നു ആനകളെ നൽകിയിരുന്നത്. ഒരു വർഷം കിടമത്സരം മൂലം കൊച്ചി രാജാവ് ആനകളെ വിട്ടു നൽകിയില്ല. അന്ന് ആനയില്ലാതെയാണ് രാവിലെ ക്ഷേത്രത്തിൽ ശീവേലി നടത്തിയത്. എന്നാൽ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ ഒരുക്കി നിർത്തിയിരുന്ന ആനകൾ കുടമണി കിലുക്കി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തിയത്രേ. ഈ സ്മരണ പുതുക്കാനാണ് ആനയോട്ടം നടത്തുന്നത്. തിരഞ്ഞെടുത്ത ദേവസ്വം കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപം നിരന്നതോടെയാണ് ഈ വർഷത്തെ ആനയോട്ട ചടങ്ങുകൾക്ക് തുടക്കമായത്. പാരമ്പര്യാവകാശികൾ കൊമ്പന്മാർക്കുള്ള കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. തുടർന്ന് ആനകൾക്കരികിലേക്ക് ഓടിയെത്തിയ പാപ്പാന്മാർ കൊമ്പന്മാരെ കുടമണികൾ അണിയിച്ചു.
ശംഖ് മുഴക്കിയതോടെ ആനയോട്ടത്തിന് തുടക്കമായി. ഗോപി കണ്ണൻ ഒന്നാമതെത്തി. ആദ്യമെത്തിയവർ ക്ഷേത്രത്തിനകത്ത് ഭഗവാനെ വലം വെച്ചതോടെയാണ് ആനയോട്ടത്തിന് സമാപനമായത്. പിറകെ എത്തിയ കൊമ്പന്മാർ ഭഗവാനെ വണങ്ങി മടങ്ങി. ആനകൾക്കായി ആനയൂട്ടുമൊരുക്കിയിരുന്നു. ആയിരങ്ങളാണ് ആനയോട്ടം കാണാൻ ഗുരുവായൂരിലെത്തിയിരുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു. വരും ദിവസങ്ങളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഭക്തർക്കായി ഒരുക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ആനയോട്ടത്തോടെ 10 നാൾ നീളുന്ന ഗുരുവായൂർ ഉത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇനിയുള്ള ദിനങ്ങൾ ഗുരുവായൂർ ഉത്സവ ലഹരിയിലായിരിക്കും. TCV ഗുരുവായൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അപേക്ഷകൾ സ്വീകരിക്കാൻ കൃഷിഭവനുകൾ ഞായറാഴ്ച തുറക്കണമെന്ന നിർദ്ദേശമെത്തിയത് തലേന്ന് വൈകിട്ടാണെന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. 2018 ഡിസംബർ 1 തുടങ്ങിയ പദ്ധതിയുടെ ആദ്യഘട്ടം അപേക്ഷകൾ ഈ മാസം 20 അവസാനിക്കുന്ന അവസരത്തിൽ ഇപ്പോൾ മാത്രം പ്രാവർത്തികമാക്കിയതാണ് ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. 12 കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് 6000 രൂപ ലഭിക്കുന്ന പദ്ധതിയാണിത്. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി സർക്കാർ നടപ്പാക്കാൻ മടി കാണിക്കുകയാണെന്നും അവസാന ദിവസത്തിൽ മാത്രം അപേക്ഷ സ്വീകരിച്ച് ആനുകൂല്യം നഷ്ടപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും BJP നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ഈ ഞായറാഴ്ച കൊണ്ട് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ട് ജനങ്ങളെ അറിയിക്കാതെ, കൃത്യനിഷ്ഠയില്ലാതെ, ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെയാണ് ഈ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വെച്ചത് തന്നെ തെറ്റാണ്. ശരിയായ രീതിയിൽ വെക്കണമെങ്കിൽ അത് പരസ്യം കൊടുത്തുകൊണ്ട് വേണം ചെയ്യേണ്ടിയിരുന്നത്. അത് ജനങ്ങളിൽ എത്തരുതെന്ന ചിന്താഗതിയോടെയാണ് പ്രവർത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനിയാഴ്ച വൈകിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൃഷി ഓഫീസർമാർക്ക് ലഭിച്ചിട്ടുള്ളത്. പദ്ധതി പ്രകാരം ഈ മാസം 1 2 ഹെക്ടറിൽ കവിയാത്ത വിസ്തീർണമുള്ള കൃഷിയിടം കൈവശമുള്ള കർഷക കുടുംബത്തിന് ആനുകൂല്യം ലഭിക്കും. 1 വർഷത്തേക്ക് ഒരു കുടുംബത്തിന് 6000 രൂപയാണ് ലഭിക്കുന്നത്. ഈ തുക 3 തവണയായി 4 മാസത്തിലൊരിക്കലാണ് കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നത്. എന്നാൽ നിബന്ധനകളുണ്ട്. ഈ പദ്ധതിയിൽ ചേരാനുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കൃഷി ഓഫീസർമാർക്ക് നിരവധി ആശങ്കകളുണ്ട്. കർഷകരിൽ നിന്ന് സ്വീകരിക്കുന്ന അപേക്ഷകളുടെ വിവരങ്ങൾ നേരിട്ട് അപ്ലോഡ് ചെയ്യണം. ഈ നടപടി പൂർത്തിയാക്കിയാൽ മാത്രമേ അപേക്ഷ സ്വീകരിച്ചുവെന്ന് ഉറപ്പാക്കാൻ കഴിയൂ. അപേക്ഷകൾ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ കൃഷി അസിസ്റ്റന്റുമാർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഈ രഹസ്യ കോഡ് ഉപയോഗിച്ച് കൃഷി ഓഫീസർമാർക്ക് ഇത്തരം നടപടികൾ സ്വീകരിക്കാനും സൗകര്യമുണ്ടാക്കിയേക്കും. എന്നാൽ ഒരേ പാസ്വേഡ് ഉപയോഗിച്ച് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിലുള്ള ശരാശരി 7ഓളം കൃഷി ഓഫീസർമാർ അപേക്ഷകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന സാങ്കേതിക പ്രശ്നങ്ങളുടെ സാധ്യത കൂടുതലാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്ന വിവരം കർഷകരെ മുൻകൂട്ടി അറിയിക്കാത്തതിനാൽ ഞായറാഴ്ച ഓഫീസുകൾ തുറന്നെങ്കിലും തിരക്കില്ലായിരുന്നു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അറിയിച്ചിട്ടില്ലെന്ന് കൃഷിവകുപ്പ് അധികൃതർ പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ വൻതോതിൽ അപേക്ഷകർ എത്തിയേക്കാനാണ് സാധ്യത. TCV മാള. കർഷകർക്കായുള്ള കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ചേരാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും കർഷകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. കാർഷിക യന്ത്ര അറ്റകുറ്റ യൂണിറ്റും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന്റെ 1000 ദിനാഘോഷ ജില്ലാതല പരിപാടികൾ ഈ മാസം 20 മുതൽ 27 വരെ തൃശൂരിൽ നടക്കുമെന്നും മന്ത്രി സുനിൽകുമാർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കളക്ടർ TV അനുപമ, ഡോക്ടർ U ജയകുമാരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തിനിടെ ആനയടഞ്ഞത് പരിഭ്രാന്തി പരത്തി.
പാണഞ്ചേരി അഭിമന്യു എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. പൂമരം ഉത്സവാഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയാണ് ആനയെ കൊണ്ടുവന്നത്. കൂട്ടിയെഴുന്നള്ളിപ്പിനായി പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ആനയിടഞ്ഞ് തിരിയുകയായിരുന്നു. ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡ് എത്തി തളച്ച് കൂച്ചുവിലങ്ങിട്ടു. പിന്നീട് കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ തിരിച്ചു കൊണ്ടുപോയി. ആനയിടഞ്ഞതറിഞ്ഞ് ആളുകൾ നാലുപാടും ചിതറിയോടിയത് കൂടുതൽ പരിഭ്രാന്തിക്ക് ഇടയാക്കി. ഗുരുവായൂർ സിഐ ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സംയോജിതമായി ഇടപെട്ട് ആളുകളെ നിയന്ത്രിച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. കഴിഞ്ഞ ദിവസം കോട്ടപ്പടി ചേമ്പാലക്കുളം ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് രണ്ടുപേരെ ചവിട്ടിക്കൊന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കനത്ത സുരക്ഷാ മുൻകരുതലുകളാണ് സ്വീകരിച്ചിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആയുധമെടുത്തല്ല പോരാടേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി ആരാണ് കൂടുതൽ ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന കാര്യത്തിലാണ് മത്സരിക്കേണ്ടതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രളയം തകർത്തെറിഞ്ഞ കുടുംബങ്ങൾക്കായി KPCC വീടൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കോൺഗ്രസ് കൈപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച 5 ലക്ഷം രൂപ എടത്തറ അശോകന്റെ കുടുംബത്തിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനിൽ അക്കര MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA PA മാധവൻ, കോൺഗ്രസ് കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ വടേരിക്കാട്ടിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആന്റണി കൊളംബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾ വീട്ടമ്മമാരായി മാത്രം വീട്ടിൽ ഒതുങ്ങിക്കഴിയാതെ പൊതുജീവിതത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരേണ്ട കാലമാണിതെന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. കോർപ്പറേഷൻ കണ്ണംകുളങ്ങര ഡിവിഷനിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ബിൻഷി അരുൺകുമാർ, KJ ശരത് തുടങ്ങിയവർ സംസാരിച്ചു. കോടതിയിലെ രസീത് ബുക്ക് മോഷ്ടിച്ച് പ്രതികളിൽ നിന്നും പണം ഈടാക്കിയ കേസിലെ പ്രതിയായ വക്കീൽ ഗുമസ്തയെ റിമാൻഡ് ചെയ്തു. മുരിങ്ങൂർ സ്വദേശി മിനി ബാബുവിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ചാലക്കുടി CJM കോടതിയിലെ പെറ്റി കേസിന് പിഴയടയ്ക്കുന്ന PR റസീറ്റ് ബുക്ക് മോഷ്ടിച്ച് മജിസ്ട്രേറ്റിന്റെ കള്ള ഒപ്പിട്ട് പണം ഈടാക്കിയ കേസിലാണ് മിനിയെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 7 വർഷം മുൻപ് നടന്ന സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുക. കൂടുതൽ പേരിൽ നിന്നും പണം ഈടാക്കിയിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. പോലീസിന്റെ അന്വേഷണ കാലഘട്ടത്തിൽ 2 കോടതി ജീവനക്കാരെ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തിരുന്നു. നെല്ലിനൊപ്പം സ്വന്തം പാടത്ത് സൂര്യകാന്തിയും ഉള്ളിയും കൃഷി ചെയ്ത് 100 മേനി കൊയ്യാനൊരുങ്ങുകയാണ് തൃശൂർ പുല്ലഴിയിലെ ഗോപിനാഥൻ എന്ന കർഷകൻ. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വിജയം കണ്ടതോടെ വരും വർഷങ്ങളിലും ഇത് വ്യാപിപ്പിക്കാനാണ് ഈ കർഷകന്റെ തീരുമാനം. കാർഷിക സംസ്കാരം ഏറെ അവകാശപ്പെടുന്ന കേരളത്തിൽ അത്ര കണ്ട് സുപരിചിതമല്ലാത്ത 2 കൃഷി ഇനങ്ങളെ നട്ടുനനയിച്ച് വിജയം കണ്ടിരിക്കുകയാണ് പുല്ലഴി സ്വദേശിയായ കുളങ്ങാട്ട് ഗോപിനാഥൻ. തമിഴ്നാടടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം കേരളത്തിലേക്കെത്താറുള്ള സൂര്യകാന്തിയും ഉള്ളിയുമാണ് ഗോപിനാഥന്റെ പാടത്ത് വിളവിനൊരുങ്ങി നിൽക്കുന്നത്. കൃഷിയിൽ എന്നും പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗോപിനാഥൻ പുല്ലഴി കോൾപ്പടവിലെ തന്റെ നെൽപ്പാടങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് ഇവ കൃഷി ചെയ്തിരിക്കുന്നത്. പരന്നുകിടക്കുന്ന ഏക്കർ കണക്കിന് നെൽപ്പാടത്തിന്റെ വരമ്പുകളിൽ 1000-ഓളം സൂര്യകാന്തി ചെടികളാണ് പൂത്തു വിടർന്നു നിൽക്കുന്നത്. കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകുന്ന സൂര്യകാന്തി കൃഷിയിലേക്ക് ഈ കർഷകൻ കടന്നു വന്നതിന് വ്യക്തമായ കാരണവുമുണ്ട്. വരമ്പത്ത് ഫാം റോഡിന്റെ സൈഡിൽ കാട് പിടിച്ച് കിടക്കുന്ന ഈ ചോറ അങ്ങനെയുള്ള ഐറ്റംസ് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. പച്ചക്കറിയുടെ ഇടയിലാണ് ഇതിട്ടിട്ടുള്ളത്. വെള്ളം കൊടുക്കുന്നതിനും വളം ചെയ്യുന്നതിനൊന്നും യാതൊരു അഡീഷണൽ ചിലവൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇതിനെ ആട്ടി എണ്ണയാക്കി തരാമെന്നുള്ള ഒരു കമ്പനിക്കാരായിട്ട് സംസാരിക്കും. സൂര്യകാന്തിക്കൊപ്പം തന്നെ നമ്മുടെ പാടങ്ങളിൽ വിജയം കൊയ്യാവുന്ന ഒരു ഇനമാണ് ഉള്ളിയെന്നും ഗോപിനാഥൻ തന്റെ കൃഷിപ്പാടവത്തിലൂടെ തെളിയിക്കുന്നു. പാടവരമ്പിലായി ചെയ്തിരിക്കുന്ന ഉള്ളിക്കൃഷി വിളവിന് പാകമായി കഴിഞ്ഞു. ഉള്ളിക്കൃഷി കഴിഞ്ഞ പ്രാവശ്യം തന്നെ വിജയിച്ചു. ഈ പ്രാവശ്യം ഗംഭീരമായത് വിളവെടുപ്പ് 20-ാം തീയതി കാലത്ത് 9:30 കൃഷി വകുപ്പ് മന്ത്രി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതേമാതിരി ഉള്ളിക്കൃഷി ഈ പ്രാവശ്യം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ പരീക്ഷണം ഈ പ്രാവശ്യം നോക്കുന്നുണ്ട്. നെൽകൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ പുറമെയുള്ള അയൽ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് കാണുമ്പോൾ കൃഷിക്കാർക്ക് നല്ലൊരു പ്രോത്സാഹനം നൽകുന്നുണ്ട്. അപ്പോൾ അത് കാരണം അടുത്ത സീസണിൽ ഇത് കൂട്ടി ചെയ്യും. നെല്ലിന് പുറമെ സൂര്യകാന്തിയും ഉള്ളിയും മാത്രമല്ല ഈ കർഷകന്റെ കൃഷിയിടത്തെ സമൃദ്ധമാക്കുന്നത്. തണ്ണിമത്തൻ, തക്കാളി, കൊത്തമര, കോളിഫ്ലവർ, കാബേജ്, മത്തൻ, മുള്ളങ്കി, ചീര ഇങ്ങനെ നീളുന്നു ആ നിര. കൃഷി വകുപ്പിന്റെ സഹകരണം കൂടി ലഭ്യമായാൽ ഇത്തരം കൃഷികളിലേക്ക് കൂടുതൽ കർഷകർ കടന്നു വരുമെന്നാണ് ഗോപിനാഥന്റെ വിലയിരുത്തൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊന്നും ഇത് കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ വരമ്പത്താണ് അതിനൊരു സ്കീം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കൃഷി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്നും കൂടി ഒരു പ്രോത്സാഹനം നൽകുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കർഷകരൊക്കെ എല്ലാവരും രംഗത്ത് വരാൻ നല്ല രീതിയിൽ ഇത് കൊണ്ടു നടക്കാൻ സാധിക്കുമെന്നുള്ള രീതിയാണ്. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ സഹകരണ സംഘവും അഗ്രോ ബസാർ വഴിയും വിപണിയിൽ എത്തിക്കുകയാണ് പതിവ്.
കൊയ്ത്തു കഴിയുന്ന പാടം വെറുതെ ഇടാൻ ആഗ്രഹിക്കാത്ത ഗോപിനാഥൻ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ കൃഷി ഇറക്കാനും ആലോചിക്കുന്നുണ്ട്. നിലവിൽ ജില്ലാ കോൾ കർഷക സംഘം സെക്രട്ടറി കൂടിയാണ് ഗോപിനാഥൻ. TCV തൃശൂർ. വീണ്ടും ഇടവേള. This Valentine's Day, celebrate love with Jose Alucas. An all-new collection of diamond jewelry is now in stores. Let love sparkle. This Valentine's Day, celebrate love with Jose Alucas. An all-new collection of diamond jewelry is now in stores. Let love sparkle. Jose Alucas. വാർത്തകളിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം കുട്ടനല്ലൂരിൽ തുടരുന്നു. സ്റ്റേജിന മത്സരങ്ങൾ തിങ്കളാഴ്ച സജീവമാകും. കലോത്സവത്തിന്റെ രണ്ടാം ദിനമായ ഞായറാഴ്ച കഥാരചന, കവിതാരചന, ഉപന്യാസം, പ്രസംഗം, കൊളാഷ്, ജലച്ഛായം, എംബ്രോയിഡറി എന്നീ മത്സരങ്ങളാണ് നടന്നത്. അതേസമയം പ്രധാന വേദിയായ പത്മവ്യൂഹത്തിൽ സ്റ്റേജിന വിഭാഗത്തിലുള്ള ശാസ്ത്രീയ സംഗീതവും അരങ്ങേറി. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം KV രാജേഷ്, യൂണിവേഴ്സിറ്റി യൂണിയൻ മുൻ ചെയർമാൻ VP ശരത് പ്രസാദ് എന്നിവർ പങ്കെടുത്തു. തിരുവാതിരക്കളി, പൂരക്കളി, ഭരതനാട്യം, നാടൻപാട്ട് തുടങ്ങിയ മത്സരങ്ങളും തിങ്കളാഴ്ച അരങ്ങിലെത്തും. വിദേശ രാജ്യങ്ങൾ പണമൊഴുക്കുന്നത് ഭാരതത്തെയും ഒപ്പം ഇവിടത്തെ ദേശീയ പ്രസ്ഥാനങ്ങളെയും ശിഥിലമാക്കാനാണെന്ന് മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം, ആചാരം, ദേശസ്നേഹം എന്നിവയെ ഇല്ലായ്മ ചെയ്ത് അടിമയാക്കാനുള്ള തന്ത്രം ഭാരതത്തിൽ പലയിടത്തും കാണാൻ കഴിയുന്നതായും അദ്ദേഹം പറഞ്ഞു. ദേശീയ അടിസ്ഥാനത്തിൽ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്ന വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSS പ്രാന്ത സഹകാര്യവാഹ് M രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉദയഘോഷ്, സീമ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംയോജക് A ഗോപാലകൃഷ്ണൻ, K പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ സന്ദർശന സ്ഥലങ്ങളിൽ പോലീസ് കർശന സുരക്ഷയൊരുക്കും. രാവിലെ 10-ന് വെറ്ററിനറി യൂണിവേഴ്സിറ്റി വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. തേക്കിനകട മൈതാനിയിൽ നടക്കുന്ന സംസ്ഥാനതല പഞ്ചായത്ത് ദിനാഘോഷം മുഖ്യമന്ത്രി നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം പെരിഞ്ഞനം പഞ്ചായത്ത് സോളാർ പദ്ധതിയുടെയും തുടർന്ന് ചാവക്കാട് കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. വൈകിട്ട് 6 മണിക്ക് തൃശൂരിൽ കൃഷിവകുപ്പിന്റെ മൈക്കനേഷൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. 3 ദിവസങ്ങളിലായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നുവന്ന ശാസ്ത്ര സാങ്കേതിക മേളയായ KTU ടെക് ഫെസ്റ്റ് സമാപിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെയും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത്. ദേശീയതലത്തിൽ നടന്ന മേളയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 700ഓളം പേരാണ് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്. കോളേജിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് IIT ഡയറക്ടർ ഡോക്ടർ PB സുനിൽകുമാർ, മേയർ അജിത വിജയൻ, കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KP ഇന്ദിരാദേവി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B ജയാനന്ദ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം കൊപ്രക്കളത്ത് യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതികൾ 5 മാസത്തിന് ശേഷം പിടിയിലായി. കയ്പമംഗലം സ്വദേശി വേളുപറമ്പിൽ അർജുൻ, പണിക്ക് വീട്ടിൽ ഇജാസ് എന്നിവരാണ് അറസ്റ്റിലായത്. സെപ്റ്റംബർ 5-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ ബിലാലിനെയാണ് സംഘം ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പാലക്കാട് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് പിടികൂടിയിരുന്നു. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയാണ് കയ്പമംഗലത്തെ കേസിൽ അറസ്റ്റ് ചെയ്തത്. കേരള NGO യൂണിയൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ സമാപിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനത്തിന്റെ ഭാഗമായി നവലിബറൽ നയങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നവോത്ഥാന മൂല്യങ്ങളുടെ അനിവാര്യത എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സെമിനാർ TP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PS നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് T ഗീനാകുമാരി പ്രഭാഷണം നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി KV പ്രഫുൽ, സംസ്ഥാന ട്രഷറർ N വിമൽരാജ് എന്നിവർ പങ്കെടുത്തു. മൺപാത്രങ്ങൾ വൈവിധ്യ ചായക്കൂട്ടുകളാൽ മോടി പിടിപ്പിച്ചും അലങ്കരിച്ചും സൂക്ഷിക്കുകയാണ് ജോസ്. ഇതിനു പിന്നിൽ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ജോസ് കാവുങ്ങലിന് നന്മയുള്ളൊരു ലക്ഷ്യവുമുണ്ട്. താഴൂർ സ്വദേശിയായ ജോസിന്റെ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ കടയിൽ നിരവധി കലാരൂപങ്ങളാണുള്ളത്. ഇവയുടെ എണ്ണം 1000 തികയുമ്പോൾ വലിയൊരു പ്രദർശനം ജോസ് ലക്ഷ്യം വെക്കുന്നു. സൗജന്യമായി സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ ഓരോ കരകൗശല പാത്രങ്ങളും വലിയ വിലയ്ക്ക് ജനങ്ങൾ വാങ്ങുമെന്നും ഇയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിൽ നിന്നും കിട്ടുന്ന മുഴുവൻ ലാഭവും ഒരു അനാഥ പെൺകുട്ടിയുടെ വൈവാഹിക ജീവിതത്തിനായി നൽകുകയാണ് ലക്ഷ്യം. 10,000 ഉണ്ടാക്കിയിട്ട് ഒരു എക്സിബിഷൻ പോലെ നടത്തിയിട്ട്
അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒരു ഓർഫനേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാരേജിൽ ഒരു ഫണ്ട് റേസ് ചെയ്യാന്നാണ് എൻ്റെ മനസ്സിലെ ഉദ്ദേശം. കഴിഞ്ഞ നവംബറിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയ ജോസ് നഗരത്തിൽ ട്യൂഷൻ കേന്ദ്രവും കൗൺസിലിംഗും നടത്തുകയാണ്. ഒഴിവുവേളകളിൽ കരവിരുതു. ചെറുതും വലുതുമായ മൺപാത്രങ്ങൾ ഇവയുടെ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. വാങ്ങിക്കൂട്ടിയവയിൽ ഭൂരിഭാഗവും പൂക്കൾ വെക്കുന്ന പാത്രങ്ങളാണെങ്കിലും തൂക്കുവിളക്ക്, അരിക്കലാമ്പ്, പൂക്കൂട എന്നിവയുമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ തന്റെ അധ്വാനം നിരാലംബയായ ഒരു യുവതിയുടെ ജീവിതത്തിന് ഉപകാരപ്പെടുത്തണമെന്നാണ് ജോസിന്റെ ആഗ്രഹം. ഭാര്യ ജോളിയും 3 മക്കളും ജോസിന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടിനുണ്ട്. TCV ചാലക്കുടി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 51ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. സംഘടന സംസ്ഥാന പ്രസിഡന്റ് KJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെയ്സൺ തോമസ്, ജനറൽ സെക്രട്ടറി R ശശിധരൻ പിള്ള, C ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ P ചന്ദ്രശേഖരൻ, സെക്രട്ടറി പ്രൊഫസർ M മാധവൻകുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. 24-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇരുപത്തിയഞ്ചാമത് അഖിലേന്ത്യാ അന്തർ സർവകലാശാല പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് കൊടകര സഹൃദയ കോളേജിൽ തുടക്കമായി. വനിതാ വിഭാഗം 47 കിലോ മത്സരത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അനീറ്റ ജോസഫ് സ്വർണം നേടി. മുംബൈ യൂണിവേഴ്സിറ്റിയിലെ ബക്കർഫ് കാജലിനാണ് 2ാം സ്ഥാനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഭാഗ്യലക്ഷ്മി 3ാം സ്ഥാനം കരസ്ഥമാക്കി. 52 കിലോ വിഭാഗത്തിൽ ചണ്ഡീഗഡ് സർവകലാശാലയിലെ സവിത കുമാരി സ്വർണവും മുംബൈ യൂണിവേഴ്സിറ്റിയിലെ കാമിം ഗണേഷ് ബോൺസ്ലെ വെള്ളിയും നേടി. വെങ്കല മെഡലിന് ആതിഥേയരായ കാലിക്കറ്റ് സർവകലാശാലയുടെ മിലു ഇമാനുവൽ അർഹയായി. 2ാം ദിവസമായ തിങ്കളാഴ്ച വനിതകളുടെ 72, 84 കിലോഗ്രാം വിഭാഗങ്ങളിലുള്ള മത്സരങ്ങൾ നടക്കും. പുരുഷ വിഭാഗ മത്സരങ്ങൾ 20-ന് ആരംഭിക്കും. രാജ്യത്തെ 200ഓളം യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള 1000ഓളം കായിക പ്രതിഭകളാണ് 6 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. വാണിജ്യം. എല്ലാവിധ വിശേഷ അവസരങ്ങൾക്കും അനുയോജ്യമായ ആധുനിക രീതിയിൽ പണിതീർത്ത തിരൂർ മാർ യോനൻ പള്ളിയുടെ പുതിയ AC പാരിഷ് ഹാൾ കരുണ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാർ അപ്രൈം മെത്രാപ്പൊലീത്ത, ഡോക്ടർ മാർ യോഹന്നാൻ യോസഫ് എപ്പിസ്കോപ്പ, മാർ ഓഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ എന്നിവർ ചേർന്ന് കരുണ AC പാരിഷ് ഹാളിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബെന്നി ഹാൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാർ അപ്രൈം മെത്രാപ്പൊലീത്ത, ഡോക്ടർ മാർ യോഹന്നാൻ യോസഫ് എപ്പിസ്കോപ്പ, മാർ ഓഗിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് PG ഉണ്ണികൃഷ്ണൻ, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് അംഗം CA ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. മാർ യോനൻ പള്ളി വികാരി ഫാദർ സണ്ണിയ സ്കൂള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരൂർ മാർ യോനൻ പള്ളി കോമ്പൗണ്ടിൽ കൂടുതൽ സ്ഥലസൗകര്യങ്ങളോടെയാണ് AC പാരിഷ് ഹാൾ കരുണ പണിപൂർത്തീകരിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുയോജ്യമായി നിർമ്മിച്ചിരിക്കുന്ന കരുണ പാരിഷ് ഹാൾ വിവാഹമടക്കമുള്ള എല്ലാ വിശേഷാവസരങ്ങൾക്കും സജ്ജമാണ്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കൃപ ഓഡിറ്റോറിയത്തിന് പുറമെ തിരൂർ മാർ യോനൻ പള്ളിയുടെ 2ാമത്തെ സംരംഭമാണ് കരുണ AC പാരിഷ് ഹാൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 8129 804488. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള NSSന്റെ പ്രതികരണം രാഷ്ട്രീയമായി കാണുന്നില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. NSS മതേതര ജനാധിപത്യ വളർച്ചയ്ക്ക് സഹായിച്ച സംഘടനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. ഇരിങ്ങാലക്കുട എടക്കുളത്ത് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. TNT കുറിത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതികൾ ഒളിവിൽ തന്നെ. തുടരന്വേഷണം 2 ദിവസത്തിനകം ക്രൈംബ്രാഞ്ചിന് കൈമാറും.
ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള സ്ഥലമെടുപ്പ് ചാലക്കുടി കോടതി കെട്ടിട സമുച്ചയ നിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവാണ് കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ആനയോട്ടത്തിൽ 7ാം തവണയും ജേതാവായി കൊമ്പൻ ഗോപി കണ്ണൻ. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിൽ ആശയക്കുഴപ്പം. പദ്ധതിയിൽ ചേരാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും കർഷകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.